Good morning, students. Welcome to our GS class. നമുക്കറിയാം നമ്മുടെ PT1 എക്സാംസ് ഒക്കെ കഴിഞ്ഞു. ഇന്ന് തൊട്ട് നമ്മൾ PT2 പോർഷൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. So today we are going to study class 5 GS chapter 4. This is your chapter 4 matter and materials. Okay, matter and materials. Okay, we can see different kinds of things around us. നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടും ഒരുപാട് വസ്തുക്കളുണ്ട് അല്ലേ? We can see table, chair, book. പിന്നെ എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്നത്? ക്ലോത്ത്സ്, വാട്ടർ, സ്റ്റോൺ. ഇതെല്ലാം നമ്മുടെ ചുറ്റുപാടുമുള്ള ഓരോരോ വസ്തുക്കളാണ് അല്ലേ? So even the air around us which we cannot see is matter. അപ്പോൾ മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ചുറ്റുപാടും നമ്മൾ കാണുന്ന എല്ലാ വസ്തുക്കൾക്കും പറയുന്ന പേരാണ് മാറ്റർ. Okay, so what is matter? Matter is anything that has mass and occupies space. മാറ്റർ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഏതൊരു വസ്തു ആകട്ടെ ആ ഒരു വസ്തുവിന് വ്യക്തമായിട്ട് മാസ് ഉണ്ടായിരിക്കും. മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാരം അല്ലേ? പിന്നെ എന്താണ്? അതിന് ഓക്യുപ്പൈ സ്പേസ്, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് അല്ലേ? നമുക്കറിയാം നമ്മുടെ ബുക്ക്, അതുപോലെ തന്നെ നിങ്ങളുടെ ചെയർ, ഇതെല്ലാം എന്താണ്? മാറ്റർ ആണ് അല്ലേ? ഈ മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഹാസ് മാസ് ആൻഡ് ഓക്യുപ്പൈ സ്പേസ്. അതായത് ഭാരമുള്ളതും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമായിട്ടുള്ളതുമായ ഏതൊരു വസ്തുവിനെയും നമ്മൾ എന്താണ് പറയുന്നത്? മാറ്റർ എന്നാണ് പറയുന്നത്. സോ വാട്ട് ഈസ് മാറ്റർ? മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഹാസ് മാസ് ആൻഡ് ഓക്യുപ്പൈ സ്പേസ് അല്ലേ? അതുപോലെ തന്നെ നമുക്കറിയാം എയർ, നമ്മുടെ ഈ സറൗണ്ടിങ്സിലുള്ള എയർ എല്ലാം എന്താണ്? ദാറ്റ് ഈസ് എ മാറ്റർ. അതും ഒരു മാറ്ററാണ് അല്ലേ? എയർ, വി കനോട്ട് സീ ദ എയർ ബട്ട് air is a matter. Okay, so the matter exists in 3 states. അതായത് മാറ്റർ എങ്ങനെയാണ് കാണപ്പെടുന്നത്? 3 സ്റ്റേറ്റിലാണ് മാറ്റർ കാണപ്പെടുന്നത്. ദാറ്റ് ഈസ് സോളിഡ്സ്, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. Okay, so matter exists in 3 states: solids, liquids and gases. Okay, what are the 3 states of matter? Solids. Solids എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാളത്തിൽ നമ്മൾ പറയും ഖരം, ദ്രാവകം, വാതകം. ഇതിനകത്ത് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ ഖരം. ഖരം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോണ്, നിങ്ങളുടെ ഡെസ്ക്, ബെഞ്ച്, ഇതെല്ലാം എന്താണ്? ചെയർ, ബുക്ക്, ഇതെല്ലാം സോളിഡ്സ് ആണ്, സോളിഡ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, സോ സെക്കൻഡ് വൺ ഏതാണ്? ലിക്വിഡ്സ്. ലിക്വിഡ്സ് ആൻഡ് തേർഡ് വൺ ഗ്യാസസ്. ഓക്കെ, these are the 3 states of matter: solids, liquids. ലിക്വിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ, ഓയിൽ, ഇതെല്ലാം എന്താണ്? ലിക്വിഡ്സ് ആണ് അല്ലേ? ദ്രാവക അവസ്ഥയിലുള്ള വസ്തുക്കളാണ് ലിക്വിഡ്സ് എന്ന് പറയുന്നത്. ഗ്യാസസ് എന്ന് പറഞ്ഞാലോ? വാതകങ്ങൾ അല്ലേ? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഇതെല്ലാം ഗ്യാസസ് ആണ്. സോ വാട്ട് ഈസ് മാറ്റർ? മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഹാസ് മാസ് ആൻഡ് occupies space. Okay, so matter exists in 3 states: solids, liquids and gases. These are the 3 states of matter. Okay, matter is made up of very tiny particles called molecules. ഇപ്പോൾ നമുക്കറിയാം എല്ലാ വസ്തുക്കളും 3 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോളിഡ്സ് എന്നും ലിക്വിഡ്സ് എന്നും ഗ്യാസസ് എന്നും 3 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഓരോ വസ്തുക്കളും ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും ചെറിയ യൂണിറ്റിന് പറയുന്ന പേരാണ് മോളിക്യൂൾസ്. സോ
molecules. Matter is made up of tiny particles called molecules. അല്ലേ? ഈ ചോക്ക് ഞാൻ നന്നായിട്ടൊന്ന് പൊടിക്കുവാണെങ്കിൽ ഈ ചോക്കിന്റെ ഓരോ തരികൾക്കും എന്താണുള്ളത്? ഈ ഓരോ ചോക്ക് തരികൾക്കും ഈ ചോക്കിന്റെ അതേ ഗുണങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത്, അല്ലേ? സോ ആ ഓരോ തരികളും നമ്മൾ വീണ്ടും കുഞ്ഞാക്കുവാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് molecules. Okay, so matter is made up of tiny particles called molecules. Okay, so എല്ലാ വസ്തുക്കളുടെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? molecule. A molecule is a smaller unit of a substance that has all the properties of the substance. എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും സ്മോളർ യൂണിറ്റ് ആണ് മോളിക്യൂൾ എന്ന് പറയുന്നത്. ആ മോളിക്യൂൾസിനെ നമുക്ക് ഒരിക്കലും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. ആ മോളിക്യൂൾസിന് ഏതിന്റെ പ്രോപ്പർട്ടീസ് ആയിരിക്കും? ആ വസ്തുവിന്റെ തന്നെ പ്രോപ്പർട്ടി ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, സോ molecules of matter are constantly moving. The arrangement of molecules determines the state of the matter. Okay, അതായത് സോളിഡ്സിലും ലിക്വിഡ്സിലും ഗ്യാസിലും ഈ മോളിക്യൂൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ്. ഓക്കെ, സോ ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഹാസ് മാസ് ആൻഡ് occupies space. Okay, and matter exists in 3 states: solids, liquids and gases. Okay, next നമ്മൾ പറഞ്ഞ മോളിക്യൂൾസിനെ കുറിച്ചാണ്. What are molecules? Matter is made up of tiny particles called molecules. Okay, can you see this? അതായത് ഓരോ മാറ്ററിൻ്റെ ഈ 3 സ്റ്റേറ്റ്സ്, അതായത് സോളിഡ്സിലും ലിക്വിഡ്സിലും ഗ്യാസസിലും എങ്ങനെയാണ് മോളിക്യൂൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സോളിഡ്സ്. ഇൻ സോളിഡ്സ് ദ മോളിക്യൂൾസ് ആർ ക്ലോസ്ലി പാക്ഡ്. കണ്ടോ, നിങ്ങൾ ലിക്വിഡ്സിനെയും ഗ്യാസിനെയും അപേക്ഷിച്ച് ഇതിനകത്ത് മോളിക്യൂൾസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? വളരെ ക്ലോസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അല്ലേ? They have no space to move around. ഇതിലെ മോളിക്യൂൾസിന് മൂവ് ചെയ്യാൻ സ്പേസ് കുറവാണ്, അല്ലെങ്കിൽ സ്പേസ് ഇല്ലെന്ന് തന്നെ പറയാം, അല്ലേ? Due to this type of arrangement, they have no space to move. Solids have definite shape and occupy a definite space. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സോളിഡ്സിന് ഒരു ഡെഫിനിറ്റ് ഷേപ്പ് കാണും. കാരണം എന്തുകൊണ്ടാണ്? അതിലെ മോളിക്യൂൾസ് എല്ലാം വളരെ ക്ലോസ് ആയിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് അവയ്ക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. സോ സോളിഡ്സ് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് ഓക്യുപ്പൈ എ ഡെഫിനിറ്റ് സ്പേസ്. ഇപ്പോൾ സോളിഡ് സ്റ്റേറ്റിലുള്ളതാണ് നിങ്ങളുടെ ബുക്ക്, അല്ലേ? ബുക്കിനകത്ത് മോളിക്യൂൾസ് ഇങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോളിഡ് സ്റ്റേറ്റിലുള്ള ഏതൊരു വസ്തുക്കൾക്കും അതിനൊരു ഡെഫിനിറ്റ് ഷേപ്പ് കാണും. അതുപോലെ തന്നെ അതിന് സ്ഥിതി ചെയ്യാനായിട്ട് സ്പേസ് ആവശ്യമാണ്. ഓക്കെ, ആൻഡ് ഇൻ ദ കേസ് ഓഫ് ലിക്വിഡ്സ്, ഓക്കെ, ലിക്വിഡ്സ് മോളിക്യൂൾസ് ആർ ലെസ് ക്ലോസ്ലി പാക്ഡ് ദാൻ ഇൻ സോളിഡ്സ്. സോളിഡ്സിനെ അപേക്ഷിച്ച് ലിക്വിഡ്സിൽ എങ്ങനെയാണ് മോളിക്യൂൾസ് സോളിഡ്സിനെ അപേക്ഷിച്ച് അത്ര ക്ലോസ് ആയിട്ടല്ല മോളിക്യൂൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അല്ലേ? ദേ ഹാവ് സം സ്പേസ് ടു മൂവ് അറൗണ്ട്. ഇവിടെ മോളിക്യൂൾസിനെ മൂവ് ചെയ്യാനായിട്ട് കുറച്ച് സ്പേസ് ഉണ്ട്, അല്ലേ? ഹെൻസ് ലിക്വിഡ്സ് ഓക്യുപ്പൈ എ ഡെഫിനിറ്റ് സ്പേസ് ബട്ട് ദേ ഡു നോട്ട് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ്. ദേ ടേക്ക് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ ഇൻ വിച്ച് ദേ ആർ കെപ്റ്റ്. അതായത് സോളിഡ്സിനെ അപേക്ഷിച്ച് ലിക്വിഡ്സിൽ മോളിക്യൂൾസിനെ അത്ര ക്ലോസ് ആയിട്ടല്ല പാക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് ഒരു ഡെഫിനിറ്റ് ഷേപ്പ് കാണത്തില്ല, പക്ഷേ അതിന് സ്ഥിതി ചെയ്യാനായിട്ട് ഡെഫിനിറ്റ് സ്പേസ് ആവശ്യമാണ്, അല്ലേ? ഇപ്പം വാട്ടറിലെ മോളിക്യൂൾസ് എങ്ങനെയായിരിക്കും? നമ്മൾ എടുക്കുന്ന ആ ഒരു കണ്ടെയ്നറിൻ്റെ ഷേപ്പിലായിരിക്കും, അല്ലേ? ഇപ്പം നമ്മൾ
ഒരു ഗ്ലാസ്സിൽ വാട്ടർ എടുത്താൽ ആ ഗ്ലാസിൻ്റെ ഷേപ്പിലായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ബക്കറ്റിൽ വാട്ടർ എടുത്താൽ ആ ബക്കറ്റിൻ്റെ ഷേപ്പിലായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് in liquids the molecules are less closely packed, so they have some space to move around. Liquids occupy a definite space but they do not have a definite shape. അല്ലേ? വാട്ടറിന് പ്രത്യേകിച്ച് ഒരു ഷേപ്പില്ല. നമ്മൾ ഏത് കണ്ടെയ്നറിൽ എടുക്കുന്നോ ആ കണ്ടെയ്നറിൻ്റെ ഷേപ്പായിരിക്കും ലിക്വിഡ്സിനുള്ളത്. ഓക്കെ. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ഗ്യാസ്, can you see this? The molecules in gas are far apart and move around freely. അതായത് ഇതിലെ മോളിക്യൂൾസിന് കണ്ടോ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും അല്ലേ? ഒരുപാട് സ്പേസ് ഉണ്ട്. സോ ഗ്യാസസ് ഹാവ് നൈദർ ഡെഫിനിറ്റ് ഷേപ്പ് നോർ ഡു ദേ ഓക്യുപ്പൈ എ ഡെഫിനിറ്റ് സ്പേസ്. ഗ്യാസിന് പ്രത്യേകിച്ച് ഒരു ഷേപ്പും കാണത്തില്ല. അതുപോലെ തന്നെ അവയ്ക്ക് ഓക്യുപ്പൈ ചെയ്യാനായിട്ട് സ്പേസും ആവശ്യമില്ല. അതായത് സ്ഥിതി ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് സ്ഥലത്തിൻ്റെ ആവശ്യമില്ല. ഒരു ഡെഫിനിറ്റ് ഷേപ്പും കാണത്തില്ല. ദേ ടേക്ക് ദ ഷേപ്പ് ആൻഡ് വോളിയം ഓഫ് ദ കണ്ടെയ്നർ. അത് ഏത് കണ്ടെയ്നറിലാണോ ഗ്യാസ് നമ്മൾ ഫില്ല് ചെയ്യുന്ന ആ കണ്ടെയ്നറിൻ്റെ ഷേപ്പും ആ കണ്ടെയ്നറിൻ്റെ സ്പേസും ആയിരിക്കും അത് ഉൾക്കൊള്ളുന്നത്. ഓക്കെ. So these are the arrangements of molecules in solids, liquids and gases. Okay. So these are all today's topic. You study well. We will meet in the next class. Thank you.